കർക്കിടകം കഴിയാറായി. തുലാപ്പത്തു കഴിഞ്ഞാൽ തെയ്യങ്ങളും പോതികളും കണ്ണു തുറക്കും. അതോടെ തെയ്യം കലാകാരന്മാരും ഉണരും. അതിനായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആടയാഭരണങ്ങളൊക്കെ പുതുക്കി അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് തെയ്യം കലാകാരന്മാർ. തുലാം മുതൽ ഇടവപ്പാതി വരെയുള്ള നീണ്ട തെയ്യക്കാലത്തിനു ശേഷം തെയ്യക്കോലത്തിനായി ഉപയോഗിച്ച ഉടയാടകളും ആഭരണങ്ങളും കർക്കിടക മാസത്തിൽ പുതുക്കിപ്പണിയാൻ നൽകി അടുത്ത തെയ്യക്കാലത്തെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഈ തെയ്യം കലാകാരൻ. 73-ാം വയസ്സിലും പഴയ 12-കാരൻ്റെ മനക്കരുത്തോടെ ഇന്നും തെയ്യക്കോലം ധരിക്കാൻ തയ്യാറാണ് ചുണ്ടയിലെ കണ്ണൻ പണിക്കർ. 12-ാം വയസ്സിൽ ആടിവേടൻ കെട്ടിയാണ് കണ്ണൻ പണിക്കർ തൻ്റെ ദൈവിക ജീവിതത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത്. അന്നു തൊട്ട് ഇന്നോളം അദ്ദേഹം കെട്ടിയാടിയത് വിവിധങ്ങളായ 1500-ലധികം തെയ്യക്കോലങ്ങൾ. ഇവിടെ കണ്ണൻ പണിക്കർ പ്രധാനമായും കെട്ടിയാടുന്നത് വിഷ്ണുമൂർത്തിയും പൊട്ടൻ തെയ്യവുമാണ്. ഇദ്ദേഹം കെട്ടിയാടിയ വിവിധങ്ങളായ തെയ്യക്കോലങ്ങൾ മുൻനിർത്തി തന്നെ ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കണ്ണൻ പണിക്കർ തൻ്റെ അനുഭവങ്ങൾ ന്യൂസ് ബിയോട് പങ്കുവയ്ക്കുകയാണ്. തൻ്റെ 6 പതിറ്റാണ്ട് കാലത്തെ തെയ്യംകെട്ടിൻ്റെ അനുഭവങ്ങൾ. കണ്ണൻ പണിക്കർ ചുണ്ടയിൽ താമസിക്കുന്നു. തെയ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 55 വർഷങ്ങൾ ആയി തെയ്യം രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ചെറിയ 10-12-ാമത്തെ വയസ്സിൽ ആടിവേടൻ കെട്ടിയിട്ടാണ് ഇതിൻ്റെ തുടക്കം. നമ്മുടെ ഈ പ്രദേശത്ത് ആടിവേടൻ എന്ന സംഭവം ഇല്ല. അത് അമ്മാവൻ്റെ നാട് കരിവള്ളൂരി പെരളം ആണ്. അവിടെ പോയിട്ടാണ് ഇത് ആദ്യമായിട്ട് ആടിവേടൻ കെട്ടുന്നത്. അപ്പം നമ്മുടെ ഈ തെയ്യം വിഷയത്തിൽ ആദ്യമായിട്ട് ഈ തലപ്പാടി എന്ന് പറഞ്ഞ അണിയലുമുണ്ട്, ഈ നെറ്റിക്ക് വെക്കുന്നത്. അത് ആദ്യം വളരെ ഗുരുവായൂരന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം വെക്കുന്നത് ഈ ആടിവേടൻ്റെ തെയ്യത്തിനാണ്. അപ്പോൾ അത് ഈ കൊഴുമ്പൽ, അമ്മയുടെ നാട് കൊഴുമ്പലാണ്. അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് ആടിവേടൻ നടന്നത്. അവിടുന്ന് ഇങ്ങോട്ട് 14-ാമത്തെ വയസ്സിൽ 12-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പൊട്ടൻ ദൈവം കെട്ടി. 1974 ചുണ്ട തട്ടുമ്പൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും തീച്ചാമണ്ടി എന്ന തെയ്യം കെട്ടുകയും അത് ഒറ്റക്കോലം പണിക്കർ സ്ഥാനം പട്ടും വളയും കിട്ടി ആചാരപ്പെടുകയുണ്ടായി. ഈ പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റുണ്ടല്ലോ, അതൊന്ന് 2 ലൈൻ പഠിത്തരും. പൊട്ടൻ തെയ്യത്തിൻ്റെ ഇവിടെ ചടങ്ങിൽ പൊട്ടൻ ദൈവത്തിന് ആദ്യം രാത്രി 2 ഘടകമായിട്ടാണ് പൊട്ടൻ ദൈവം ഉണ്ടാകുന്നത്. ഒന്ന് സന്ധ്യയ്ക്ക് ചടങ്ങിൽ എന്ന് പറയുന്നത് ഇരുന്നിട്ട് പൊട്ടൻ ദൈവത്തിന്റെ ഐതിഹ്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ തോറ്റങ്ങളായിട്ട് അങ്ങനെ തുടങ്ങുന്ന കുറെ സ്തുതികളൊക്കെ ഉണ്ട്. ആ സ്തുതി എന്ന് പറഞ്ഞ പൊട്ടദൈവത്തിന്റെ എനിക്കും എല്ലാവർക്കും അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്. ശങ്കരാചാര്യ പിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ചണ്ണാള വേഷം ധരിച്ചതാണ് പൊട്ടൻ ദൈവത്തിന്റെ ഐതിഹ്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സ്തുതികളൊക്കെ ചൊല്ലിയിട്ടാണ് ചടങ്ങൽ എന്ന് പറയുന്നത്. പിറ്റേന്ന് രാവിലെ തെയ്യമായിട്ട് രംഗത്ത് വരും. വിഷ്ണുമൂർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ വിഷ്ണുവിന്റെ ഈ 10 അവതാരങ്ങളിൽ 4-ാമത്തെ അവതാരമായ നരസിംഹ അവതാരത്തിന് പ്രീദാനം ചെയ്തിട്ടാണ് വിഷ്ണുമൂർത്തിന്റെ കഥകളും അതിന്റെ ഐതിഹ്യങ്ങളും പോകുന്നത്. അത് പ്രഹ്ലാദനെ ഹിരണ്യവശി പ്രഹ്ലാദനെ ആയിട്ടുള്ള ആ ഒരു സംഭവത്തിനുണ്ട്. അതുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ലോകനാഥനാണ് വിഷ്ണുമൂർത്തി എന്നാണ് പൊതുവെ നമ്മുടെ തെയ്യത്തിന്റെ രംഗത്ത് അറിയപ്പെടുന്നത്. അതിന്റെ തോട്ടം കുറേ ഉണ്ട്. അതൊരു 2 മണിക്കൂറെങ്കിലും ചെല്ലേണ്ടത്, 2, 3, 4 ഭാഗമായിട്ട് ചെല്ലേണ്ടതുണ്ട്. അതിനൊരു വന്ദന ശ്ലോകം ഉണ്ട്. പാപി നമസ്തേ നാരായണ പരിപാലയമാം വൈകുണ്ഠായ നമോ നമ. പാരിനെഴും താനാകുന്ന വിരാൾ പുരുഷ നിത്യം പാഹി നമോ നമ. നാരദനോട് പ്രീതി പുലർത്തിയ വാരിജനേത്ര പാഹി നമോ നമ.
രക്ഷിച്ചിടൂ ഞങ്ങളെയെല്ലാം ലക്ഷ്മിപതേ നിത്യം പരിപാഹി. ശ്രീ വത്സലാഞ്ജനമായ വിളങ്ങിന ശ്രീ പുരുഷോത്തമനെ പരിപാഹി. ശ്രീ നരസിംഹമതായി ഹിരണ്യകശിപയൊടുക്കി ദുരിതമൊടുക്കിയ നരകാല വിഷ്ണു നാൻ മറവേണ്ടവനെ പരിപാഹി. അതിന്റെ പന്തല ശ്ലോകം. അത് അതിലത്തെ തെയ്യം കെട്ടുന്നതിനടുത്ത് തന്നെ 1983 ഗവൺമെന്റ് സർവീസിൽ മുനിസിപ്പൽ സർവീസിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ 20 വർഷം സർവീസിലുണ്ടായിരുന്നു. 2007 തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ റിട്ടയർഡായി. അതിനുശേഷം ഇപ്പം വീണ്ടും തെയ്യം രംഗത്ത് തന്നെയാണ്. ഇത് സർവീസിലുള്ള സമയത്തും ലീവിന്റെ സമയത്ത് എടുത്തിട്ട് തെയ്യത്തെ കാര്യങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകാം. ഇത് പൊട്ടൻ ദൈവത്തിന്റെ മുഖമാണ്. ഇതാണ് പൊട്ടൻ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നത്. ആഭരണങ്ങൾ മറ്റേ കുരുത്തോണി പൊട്ടൻ ദൈവത്തിൻ്റെതായിട്ട്. വിഷ്ണുമൂർത്തിന്റെ അണിയലാണ്. ഇതെല്ലാം പുതുക്കാൻ വേണ്ടിയിട്ട് മാറ്റി കഴിച്ചു വെച്ചിരിക്കുന്ന സാധനമാണ്. ഇതിനൊക്കെ വേറെ ഉണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും പുതിയ തകടുകൊണ്ട് പുതുക്കിയെടുക്കണം. തലച്ചമയം എന്നാണ് പറയാ. ഇങ്ങനെയാണ് പേര് വരുന്നത്. ഇതെല്ലാം ഇപ്പൊ കഴിച്ചു വെച്ചതാണ്. ഇതെല്ലാം ഈ ഉരുക്കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഉണ്ടാക്കിയതാ? ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയ നമ്മുടെ ബന്ധപ്പെട്ട ഒരു ആള് പണിക്കര ഉണ്ടാക്കിയതാണ്. ഒരിക്കലാണ് ഉണ്ടാക്കി. ഇതിന്റെ പണിയൊക്കെ എടുത്ത് അതിന് തകട് കൊണ്ട് പോന്നിട്ട് 1 വർഷം 2 വർഷം വരെ നിൽക്കും. പിന്നെ ആദ്യം ഇതുപോലെ ചെയ്യണം. ഇപ്രാവശ്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിൽ ആണ് ഇതെല്ലാം കഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് വിഷ്ണുമൂർത്തിയുടെ അരോള എന്ന് പറഞ്ഞ സ്ഥലത്ത് കെട്ടുന്നത്. ഇതിന് വളയൻ എന്ന് പറയും. ഇത് ആദ്യം ഇതുപോലത്തെ തുണി ഇതേ ആകൃതിയിൽ അടിച്ചിട്ട് ഇത് മരത്തിന്റെ കുസുമം എന്ന് പറയും. കുസുമങ്ങൾ ഉണ്ടാക്കി അരിഞ്ഞുണ്ടാക്കി വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യം. കൈ കൊണ്ട് അരിയുന്നതാണ്. കാരണം കൂടുതലായി പോയാൽ ഇതിന്റെ ആകൃതി തെറ്റി. അപ്പൊ അതൊക്കെ ഈ ഒറ്റക്കോലം കിട്ടുന്നുണ്ടോ? ഒറ്റക്കോലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മളെ മലയ സമുദായത്തിൽ മലയ സമുദായത്തിൽ പെടുന്നതാണ്. മലയ സമുദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് ഒറ്റക്കോലം. അത് 41 ദിവസം വ്രതമെടുത്ത് 10-5-6 ലോടുമാരം കുട്ടി അഗ്നി ഉണ്ടാക്കി ആ അഗ്നിയിൽ 101 പ്രാവശ്യം വീഴുന്നതാണ്. 101 ഇപ്പം അതൊന്നും മാത്രമേ ഉള്ളൂ. അതിൽ വീഴുന്നതാണ് ഒറ്റക്കോലം എന്ന് പറയുന്നത്. കുറെ റിസ്ക്കുള്ള തെയ്യം തന്നെയാണ്. അപകടം ഉണ്ടാകുന്ന തെയ്യമാണ്. പക്ഷെ ഇതേവരെ അങ്ങനെ ആദ്യം ഒറ്റക്കോലം കിട്ടുമ്പോണ്ടായ അനുഭവം. ആദ്യം ഒറ്റക്കോലം കെട്ടുമ്പോൾ ഉണ്ടായത് കുറെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. തീയിൽ വീടുണ്ടാവുന്നു. അത് ചുണ്ടത്തട്ടുമ്പോൾ നമ്മളെ ഇവിടെ അടുത്ത് തന്നെയാണ്. എല്ലാം ആ സമയത്ത് തിടങ്ങുന്ന സമയം മുതൽ നമുക്ക് പ്രത്യേക ഒരു ഊർജം നമ്മുടെ മനസ്സിലേക്ക് വരും. ആ തെയ്യം കെട്ടുമ്പോൾ അന്നേരം ഈ ഭയം നമ്മളിൽ നിന്ന് മാറും. ഈ പൊട്ടനെയ്യം കെട്ടുമ്പോ പൊട്ടനെയ്യം കിട്ടുമ്പോൾ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. തീയിൽ വീഴുന്ന സമയത്ത് അങ്ങനെ ഒരു പൊള്ളലേൽക്കുകയുണ്ടായി. ചെറിയ എന്തൊക്കെ ഉണ്ടെന്നല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടില്ല.